എല്ലാവർക്കും മോളിവുഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന മൂവികൾ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന മൂവികളുമാണ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ഫസ്റ്റത്തതൊരു മലയാളം മൂവിയാണ് ഹാൽ. ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ഡ്രാമ ഫിലിമായ ഹാൽ സംഗീതത്തിനും പ്രണയത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. ഷെയ്ം നിഗം പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവിയിൽ സാക്ഷി വൈദ്യയാണ് നായികയെത്തുന്നത്. വീര സംവിധാനം ചെയ്ത ഈ മൂവി 2025 ഡിസംബർ മാസമാണ് റിലീസ് ചെയ്തത്. ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ടാണ് ഈ സിനിമയെ പ്രേക്ഷകർ വിലയിരുത്തിയത്. ഇപ്പോൾ ഇത് മനോരമ മാക്സ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക് അഥവാ ഏപ്രിൽ മാസം 3-ാം തീയതി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് വട്ടം. കെന്തിരൻ വി സംവിധാനം ചെയ്ത് 2026 മാർച്ച് 6 റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് വട്ടം. തമിഴ്നാട്ടിലെ കാളയോട്ട മത്സരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ സിനിമയുടെ പ്രമേയം. വിമൽ, നട്ടിരാജ് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. ഏപ്രിൽ 3 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു അമേരിക്കൻ സർവൈവൽ ത്രില്ലർ മൂവിയാണ് ട്രാഷ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 10 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി അനോമി. റിയാസ് മറാത്ത് സംവിധാനം ചെയ്ത് ഭാവനയും റഹ്മാനുമാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സയൻസ് ഫിക്ഷൻ ത്രില്ലർപ്പെടുത്താവുന്ന ഈ മൂവിയിൽ ഷെബിൻ ബെൻസൺ, അർജുൻ ലാൽ, ബിനു പപ്പു, വിഷ്ണു അഗസ്ത്യ, സുമിത് നവൽ എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു. ഭാവന ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഭാവനയുടെയും റഹ്മാന്റെയും പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഏവറേജ് അഭിപ്രായം തിയേറ്ററിൽ നിന്ന് ലഭിച്ച ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസും സിംപ്ലി സൗത്തും സ്വന്തമാക്കിയെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക്, അതായത് ഏപ്രിൽ മാസം 3-ാം തീയതി OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മലയാളം മൂവി ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും രണ്ടാം പകുതി വൈകാരിക നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക് മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. ഹരീഷ് ശങ്കറിന്റെ സംവിധാനത്തിൽ പവൻ കല്യാൺ നായകനായി 2026 മാർച്ചിൽ റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. തമിഴിൽ വിജയുടെ ഹിറ്റ് ചിത്രമായ തെറി എന്ന സിനിമയുടെ റീമേക്കാണ് ഈ മൂവി. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഏപ്രിൽ 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഹാപ്പി പട്ടേൽ. അമീർ ഖാൻ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് വീർദാസ് ആണ്. ഒരു സ്പൈ കോമഡി ചിത്രമായ ഹാപ്പി പട്ടേൽ 2026 ജനുവരി 16 തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. അമീർ ഖാൻ അതിഥിവേഷത്തിലെത്തുന്ന ഈ മൂവിയിൽ വീർദാസ്, മോന സിംഗ്, മിഥില പാൽക്കർ, ഇമ്രാൻ ഖാൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി അവതാർ ഫയർ ആൻഡ് ആഷ്. അവതാർ പരമ്പരയിലെ 3-ാം ഭാഗമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഒരു ഫാന്റസി എപ്പിക് സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഇന്ത്യയിൽ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറും ഇന്റർനാഷണലി ഡിസ്നി പ്ലസുമാണ്. മാർച്ച് മാസം 31 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ക്രൈം 101. 2026 റിലീസ് ചെയ്തൊരു ഹീസ്റ്റ് ത്രില്ലർ മൂവിയാണ് ക്രൈം 101. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി സുഖമാണ്. മാത്യു തോമസ്, ദേവിക സഞ്ജയ് എന്നിവരാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി. അരുൺല രാമചന്ദ്രൻ സംവിധാനം ചെയ്ത ഒരു ലൈറ്റ് ഫാന്റസി ഡ്രാമയിൽപ്പെടുത്താവുന്ന മൂവിയാണ് സുഖമാണോ. 2026 ഫെബ്രുവരി 13 റിലീസ് ചെയ്ത ഈ മൂവി തിയേറ്ററിൽ പരാജയമായിരുന്നു. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു യുവാവിന് അസാധാരണമായ ഒരു കഴിവ് കിട്ടുന്നു. ഇതാണ് സിനിമയുടെ പ്രമേയം. ജഗദീഷും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. മനോരമ മാക്സിലോ അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ വിഷുവിനോടനുബന്ധിച്ചോ റിലീസ് ഉണ്ടാകുമെന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് 5 നൈറ്റ്സ് അറ്റ് ഫ്രെഡീസ് 2. 5 നൈറ്റ്സ് അറ്റ് ഫ്രെഡീസ് എന്ന ഹൊറർ ചിത്രത്തിന്റെ 2-ാം ഭാഗമാണിത്. ഏപ്രിൽ 5 മുതൽ പീകോക്ക് ഹബിലൂടെയും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് സൂപ്പർ ജെമിനി. അനു പുരുഷോത്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മീനാക്ഷി, അനൂപ് ഇന്ദ്രൻസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഫാമിലി ത്രില്ലർ മൂവിയാണ് സൂപ്പർ ജെമിനി. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത ആഴ്ച സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഹേ ബൽവന്ത്. ഗോപി അച്ചാര സംവിധാനം ചെയ്ത് സുഹാസ്, ശിവാനി നഗരം എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് ഹേ ബൽവന്ത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിൽ മാർച്ച് 31 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി ആശാൻ. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ് പ്രധാന വേഷത്തിലെത്തിയ കോമഡി ഡ്രാമ ഫിലിമാണ് ആശാൻ.
ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി, ടോബി തിലകൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സിനിമയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരുടെയും കഥയാണ് ഈ സിനിമയുടെ പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക്, അതായത് ഏപ്രിൽ മാസം 3-ാം തീയതി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് നെറ്റ്ഫ്ലിക്സിന്റെ ഹിറ്റ് സീരീസുകളൊന്നായ സ്ട്രേഞ്ചർ തിങ്സിന്റെ അനിമേഷൻ സീരീസാണ് സ്ട്രേഞ്ചർ തിങ്സ് ടെയിൽസ് ഫ്രം 1985 ശൈത്യകാലത്താണ് ഈ സീരീസിന്റെ കഥ നടക്കുന്നത്. സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 2-ന്റെയും സീസൺ 3-യുടെ ഇടയിലുള്ള സമയത്താണ് ഇതിലെ സംഭവങ്ങൾ നടക്കുന്നത്. 2026 ഏപ്രിൽ 23 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു തമിഴ് മൂവിയാണ്, തായ് കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശന്റെ സംവിധാനത്തിൽ രാധിക, മുനിഷ്കാന്ത്, സിംഗപുലി, ബാല ശരവണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് തായ് കിഴവി. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും ആവശ്യകത സിനിമ ചർച്ച ചെയ്യുന്നതോടൊപ്പം പണത്തോടുള്ള ത്യാഗത്തെ പരിഹസിക്കുന്നതും ചർച്ച ചെയ്യുന്നു. ധീരതയും തന്റെടിയുമായ ഒരു വൃദ്ധയെ കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. സ്വന്തം മക്കൾക്കും ഗ്രാമവാസികൾക്കും അസ്വസ്ഥതയും പേടിയും ഉണ്ടാകുന്ന സ്വഭാവമാണ് വൃദ്ധയുടേത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 14 മുതൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി ദുരന്തർ 2. ആദിത്യധർ സംവിധാനം ചെയ്ത് രൺവീർ സിംഗ് പ്രധാന വേഷത്തിലെത്തിയ സ്പൈ ആക്ഷൻ ത്രില്ലർ ചിത്രമായ ദുരന്തർ 2 ഒരാഴ്ചയ്ക്കുള്ളിൽ 1000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു. 3 മണിക്കൂർ 49 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയിൽ രൺവീർ സിംഗിനെ കൂടാതെ സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, ആർ മാധവൻ, അർജുൻ രാംപാൽ തുടങ്ങിയവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം പകുതിയോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്.